മാങ്ങാട്ടിടം കോയിലോട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് റോഡരികിൽ നിർമ്മിച്ച കൂറ്റൻ മതിൽ യാത്രക്കാർക്കും നാട്ടുകാർക്കും അപകട ഭീഷണിയാവുന്നു. മതിലിന്റെ ഒരു ഭാഗം ഒരു മാസം മുമ്പ് തകർന്ന് റോഡിലേക്ക് പതിച്ചിരുന്നു. കാലവർഷം ആരംഭിച്ചതോടെ മതിലിന്റെ ബാക്കി ഭാഗവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഇതിനൊപ്പം ഈ സ്ഥലത്തെ മണ്ണും ചെളിയും റോഡിലേക്കും സമീപത്തെ വീടുകളിലേക്കും ഒഴുകിയെത്തുന്നതും അപകട ഭീഷണിയാവുകയാണ്. പാല ഊർപ്പള്ളി വേങ്ങാട് റോഡിന്റെയും കോയിലോട് നവോദയ വായനശാല റോഡിന്റെയും അരികിലാണ് ഈ കൂറ്റൻ മതിൽ. മതിലിന്റെ ഒരു ഭാഗം ഒരു മാസം മുൻപ് മഴയിൽ തകർന്ന് റോഡിലേക്ക് പതിച്ചിരുന്നു. സംഭവം പുലർച്ചെയായതിനാലാണ് അന്ന് വൻ ദുരന്തം ഒഴിവായത്. കാലവർഷം ആരംഭിച്ചതോടെ മതിലിന്റെ ബാക്കി ഭാഗവും തകർന്നു വീഴുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. നിരവധി വാഹനങ്ങളും കാൽനടയാത്രികരും കടന്നുപോകുന്ന വഴിയിലാണ് ഈ അപകട ഭീഷണി. മതിൽ തകർന്ന ഭാഗത്തുകൂടി വൻതോതിൽ ചെളിയും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പാലാ ബസാർ ഉറുപ്പള്ളി വേങ്ങാട് റോഡാണ്, എയർപോർട്ട് റോഡാണ്. കാര്യമായി യാത്രക്കാരും വാഹനം കണ്ടുമാനം പോകുന്ന ഒരു വഴിയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ജുമാ മസ്ജിദ് പള്ളിയുണ്ട്. പള്ളിയിലേക്ക് ഞാൻ വെള്ളിയാഴ്ച ഒരു നിരവധി വാഹനങ്ങൾ ഇവിടെ വന്ന് നിൽക്കലുണ്ട്. ആ ദിവസമായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ വണ്ടിയും കുറേ ആളുകൾ ആളാവായം വരെ ഉണ്ടാവും. ഇത് കൂറ്റാൻ മുതലാണ്. ഇത്രയും വലിയ മുതൽ ഈ പ്രദേശത്ത് ആവശ്യമില്ലാത്ത ഇത്രയും ഹൈറ്റിൽ സെൻട്രൽ ജയിലിൽ പോലും ഇത്ര വലിയ ഹൈറ്റിലുള്ള മുതൽ ഉള്ളൂ. അത്രയും വലിയ മുതൽ ശാസ്ത്രീയമല്ല. ഏതായാലും ശാസ്ത്രീയമല്ലാതെ മുതൽ എന്നാൽ ഇതിൻ്റെ അടിത്തറ കോൺക്രീറ്റിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഫൗണ്ടേഷൻ ശരിയായ നിലയിലേക്കല്ല കൊണ്ടുപോയിട്ടുള്ളത്. ചെറിയൊരു കാണി വെച്ച് അതിൻ്റെ മുകളിൽ ഇത്രയും വലിയ മതിൽ കെട്ടി പൊക്കിയിട്ടുള്ളത്. അത് തന്നെ ശരിക്കും ഒരു വീടെടുക്കുന്ന വിധത്തിലുള്ള ഫൗണ്ടേഷൻ ഇത് അത്യാവശ്യമാണ്. അത്രയും ഫൗണ്ടേഷൻ ഇതില്ല. അതുകൊണ്ടാണ് ചളി വെള്ളം റോഡിലേക്ക് കയറി വരുന്നത്. ഈ സ്ഥലത്തോട് ചേർന്നുള്ള 2 വീടുകളിലേക്കും വൻതോതിൽ ചെളിവെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. ഇത് കാരണം വീടിന് പുറത്തിറങ്ങാൻ പോലും ഏറെ പ്രയാസപ്പെടുകയാണ് വീട്ടുകാർ. നാലാമത്തെ മഴയാ. ആദ്യത്തെ മഴയ്ക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മൾ കോരി മറിച്ചിട്ട് ഞങ്ങൾ കീഴുമ്പോഴായി തറ മുങ്ങി. ഞാനൊക്കെ തറ മുങ്ങിയിട്ട് ഇത്രയും വെള്ളം മറിഞ്ഞ ഈ കീഞ്ഞൂടെ അങ്ങനെ വെള്ളം ആയിട്ട് അവർ വന്ന് കോരി മറിച്ച് 2 ദിവസം പണിക്കാർ വന്നിട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ 2 ദിവസമായി ഇങ്ങനെ മഴ ഒരേ മറിഞ്ഞിട്ട് അപ്പുറം ഇപ്പം കീഞ്ഞൂടെ ആത്മ വീഴുമ്പോഴൊക്കെ ഇങ്ങനെ ഇതായിട്ടായിരുന്നു. അപ്പുറം ഇപ്പുറം ഒരേപോലെ ഇവരും ചളി വന്നിട്ട് അങ്ങ് നിറഞ്ഞ് വന്നിട്ട് കാണിച്ചതായിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടാ വേണ്ട ജില്ലി അതേച്ച് ജില്ലി പോയി അങ്ങ് മറിച്ച് അപ്പം വെളുവെള്ളത്തില്ല ജില്ലി ഇങ്ങനത്തെ കഷ്ടം വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു ഇത് അങ്ങനെ ഈട് നമ്മൾ കല്ലിങ്ങോട്ട് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ പോകുന്നു താഴ്ചകൾ അതല്ലേ ഓൻ്റെ വീട്ടിലേക്ക് തേച്ചും പോയിട്ട് ഓനങ്ങ് നിൽക്കണം പറയും വെള്ളം കടന്നു പറഞ്ഞിട്ട്. ഇന്നലെ കല്ല് പറിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്നിട്ടുണ്ടാ വേണ്ട ആണി കീറിയിട്ടും വെള്ളം പോവുകയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊന്നും ചെയ്യണ്ടേ അവരോട് പറഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് എത്തി. രാത്രി ഞാൻ വിളിച്ചാലേ എത്തുന്നത്. രാത്രി അന്ന് ഞാൻ ഉയർന്നിട്ടുണ്ട് 9 മണിക്ക് വിളിച്ചാൽ എടുത്തിട്ട് പറഞ്ഞ് ചളി അടക്കാൻ നമ്മൾ ചളി അടക്കം വരുന്നുണ്ട്. എന്നാൽ രാവിലെ പണിക്കാർ വരും എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ കാരണം പറഞ്ഞിട്ട് ബംഗാളി പൊള്ളുവെള്ളം പറഞ്ഞ് കോരിയെല്ലാം മാറ്റി പിറ്റേന്ന് രാവിലെ ഞാൻ വിളിച്ചാടാ നിങ്ങൾ ഇടക്കടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ആരെയാ വിളിക്കേണ്ട നിങ്ങൾ രണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഒന്നും എടുക്കൂല ഓണെടുക്കൂല. മതിലിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ഇത് അപകട ഭീഷണിയാണെന്നും കാണിച്ച് നാട്ടുകാർ മാങ്ങാട്ടിടം പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മതിൽ പൂർണ്ണമായും പൊളിച്ചു നീക്കി ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടത്തണമെന്നും റോഡിലേക്ക് ചെളിയും മണ്ണും ഒഴുകിയെത്തുന്നത് ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ചൂടിലേക്ക് ചളി വരുന്നത് യാത്രക്കാർക്ക് വമ്പം ഒരു നിരവധി ബൈക്ക് യാത്രക്കാർ ഇവിടെ തന്നെ വീണിട്ട് അവസ്ഥയുണ്ട്. ചളി വെള്ളത്തിലും മറ്റുമായിട്ട് ഒരുപാട് യാത്രക്കാർ പോകുന്നത്. അപ്പോൾ അത് കാര്യമായ അപകടം സംഭവിച്ചില്ല. അത് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപകടം വെച്ച് ആരും മരണപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വമ്പ പ്രതിഷേധിച്ച് മാറും. അതുകൊണ്ട് അത് പ്രദേശത്തിൽ വരുന്ന മുമ്പിൽ അടിയന്തര നടപടി ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തും ജില്ലാ കളക്ടറുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് നാട്ടുകാർക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. ചളിവെള്ളം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 2 വീടും നിലംപൊത്തുന്ന അവസ്ഥയുണ്ടാവും. അത് ഏറ്റവും വലിയ വിധിയാണ്. ഇപ്പം ആവശ്യം മതിലിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക, ശാസ്ത്രീയമായി മതിൽ കെട്ടുക എന്നുള്ളത് തന്നെ. പൂർണ്ണമായിട്ട് പൊളിക്കണം, എന്നിട്ട് ശാസ്ത്രീയമായി കെട്ടുകയും വേണം. അതിൻ്റെ ഫൗണ്ടേഷൻ കൃത്യമായിട്ട് ഉണ്ടാകണം. അല്ലെങ്കിൽ ഇത് ഫൗണ്ടേഷൻ അടക്കം പോയല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ആ നിലയിലേക്ക് കാര്യങ്ങൾ വരണമെന്നാണ് നമ്മളെ അഭിപ്രായം. ചളിവെള്ളം വരുന്നത് അടിയന്തരമായി പരിഹരിക്കണം. മഴ തുടങ്ങിയേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.